Hi friends, welcome to Radhu's Food Court. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. വളരെ ടേസ്റ്റി കറിയാണ്, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെന്താ വേണ്ടതെന്ന് നോക്കാം. പനീർ വേണം, മസാലകൾ വേണം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ബേ ലീഫ് വേണം, കസൂരി മേത്തി വേണം, 2 ഏലക്ക വേണം, ടൊമാറ്റോ വേണം, ഒരു 2 ടൊമാറ്റോ, ഒരു വലിയ സവാള. ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ മെയിൻ തിങ് പറയാൻ വിട്ടുപോയി, ബട്ടർ വേണം, 1 കപ്പ് ബട്ടർ, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് വേണം, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. സോ എല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി വെച്ചിട്ട് അതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹാഫ് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് കാഷ്യൂ നട്ട്, ഉള്ളി, തക്കാളി ഇത് 3 ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ തണുപ്പിക്കും. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് പ്യൂരിയാക്കും. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുപ്പിക്കാൻ വെക്കാം, എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ വേറൊരു പാനിലോട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ബട്ടർ ആഡ് ചെയ്യും. ഇതിനകത്തോട്ട് നമ്മൾ വഴണയില, 2 ഏലക്ക ഇത് ആഡ് ചെയ്യും. അതൊന്ന് മണം വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളുണ്ടല്ലോ, അത് ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാല കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇത് ചെയ്യാവൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇതെല്ലാം നമ്മൾ ചേർത്ത് നന്നായിട്ട് ആ ബട്ടറിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരമൊന്നും ഇളക്കണ്ട, നമ്മളപ്പോഴത്തേക്കും അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യും. ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 5-10 മിനിറ്റോളം വേകട്ടെ. നന്നായിട്ട് അത് വെന്ത് കിട്ടുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് പനീർ കഷ്ണം ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ പിന്നെയും വേകാൻ വയ്ക്കാം. ഇതിലോട്ട് ഇപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ. എന്നിട്ട് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്യും. കസൂരി മേത്തി നന്നായിട്ട് കയ്യിലൊന്ന് ചെയ്ത് ആഡ് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണം ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റായി പോകും പനീർ. ഈ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ഇതെല്ലാം പിടിച്ചോളും അതിലോട്ട്, മസാലയൊക്കെ. കുറച്ച് ക്രീം ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനിവിടെ പാലാണ് ആഡ് ചെയ്തത്, എനിക്ക് ക്രീം കിട്ടാത്തത് കൊണ്ട് ക്രീം ആഡ് ചെയ്യുന്നതാണ് നല്ലത്. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1 സ്പൂൺ കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടവും തിക്കും ക്രീമിയുമായിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് രാധൂസ് ഫുഡ് കോർട്ട്.